ഒരു ബഹുമാനമില്ലല്ലേ? ഒരു പുരുഷൻ വന്നാൽ ഒന്ന് എഴുന്നേറ്റ് തരാനുള്ള സാമാന്യ മര്യാദയില്ലല്ലേ? എഴുന്നേക്ക, എഴുന്നേക്ക. അയ്യോ, എന്റെ കണ്ണ് കുരുങ്ങിപ്പോയി. ഹലോ ഹലോ ഹലോ, എന്റെ കണ്ണ് കുരുങ്ങി. കണ്ണ് കുരുങ്ങിയ ആവശ്യമില്ലാതെ കണ്ടിട്ട് തള്ളിച്ചിട്ടല്ലേ അങ്ങനെ പറ്റിയത്? അത് ഗുണ്ടകളുടെ സൈലടാ, മിണ്ടായിരാ. കരുതല പറയുന്നതാ. അല്ല വേണ്ട, സ്ത്രീകളോട് പരാക്രമം പാടില്ലെന്നാണ് കുറ്റിവട്ടം സജീവിന്റെ തീരുമാനം. ആരാണ് കുറ്റിവട്ടം സജീവൻ? ആരാണ്? പിന്നെ ഇങ്ങനെ തള്ളുന്നത് അതല്ലേ വിഷയമായി പോകുന്നു. ഞാൻ കണ്ണ് തള്ളുകയും അകത്തിടുകയും ചെയ്യും. അത് കുരുങ്ങുകയായിരിക്കുകയും ചെയ്യും. കുറ്റിവട്ടം സജീവ് ഞാനാണ്, പേരെടുത്ത ഗുണ്ട, പ്രശസ്തനായ ഗുണ്ട. അറിയാമോ? അവിടെ പോയിരിക്കെ. അതെ, ഈ കണ്ട ഗുണ്ടകൾക്ക് ഇവിടെ നിരങ്ങാനുള്ള സ്ഥലമല്ല, മനസ്സിലായ? പിന്നെ ഇവിടുന്ന് പോണം. വേറെ വേറെ പിള്ളേർക്ക് ഒരുപാട് പരിപാടി. കലാകാരന്മാർക്കുള്ള പ്ലേസ് ആണിത്. കലാകാരന്മാർക്കുള്ള സ്ഥലമാണിത് ഈ ഫ്ലോർ. ഗുണ്ടകൾ കലാകാരന്മാരിൽ നിന്ന് ആരാണ് പറഞ്ഞത്? നീ ഗുണ്ടാറ്റ് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ ഗുണ്ടകൾ പോലീസുകാർ പിടിക്കാൻ വരുമ്പോൾ അവരുടെ മുന്നിൽ കിടന്ന് നടത്തുന്ന ആക്ടിംഗ് ആണ് ഗുണ്ടാറ്റ്. അതെന്താണ്, അഭിനയമല്ലേ? അല്ലേ? ആണോ? ഇവിടെ എന്തായാലും ഇവിടെ നടക്കാനുള്ളത്? ഇവിടെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ. അതൊന്നും വേണ്ട. അല്ല, അത് വേണം. അത് വേണ്ട. വേണോന്ന് സജീവ് തീരുമാനിക്കും. പിന്നെ ഇതെന്താണ് ഇങ്ങനെ? നിങ്ങൾ കണ്ണ് കോങ്ങണിടാതെ സംസാരിക്കാം. മിണ്ടായിരടാ, ഞാനത് തിരിക്കോ മറിക്കോ എന്ത് വേണമെന്ന് ചെയ്യും. എടാ, അതൊന്നും വേണ്ട. സ്പെഷ്യൽ പെർഫോമൻസ് ഒന്നും വേണ്ട. സ്പെഷ്യൽ വേണ്ട. സ്പെഷ്യൽ ഊണ് ഇവിടെ വേണ്ട. സാധാ ഊണ് മതി. സ്പെഷ്യൽ വേണ്ട. പിന്നെ ഞാൻ പറയും, സാധാ പരിപാടി മതി. എന്താ പരിപാടി? കിറ്റോ? ഓണക്കിറ്റാണോ അതോ മലക്കറി കിറ്റാണോ? നീന്ന് മേടിച്ച നീന്ന് പോത്തുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. ഓണക്കിറ്റല്ല, സാമ്പാർ കിറ്റും അല്ല, ഹാസ്യ രൂപകമില്ലേ കിറ്റ്. കിറ്റ് കാണിയേ. സ്കിറ്റ് കാണിയേ. കിറ്റട. എന്നിട്ടേ ഈ പിള്ളേർ കിറ്റ് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ട് ഈ ചുമ്മാ ചൊറിയൻ അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. അത് വേണ്ട. ഞാൻ പറഞ്ഞോളാം, അഭിപ്രായം ഞാൻ പറഞ്ഞോളാം കേട്ടോ. എന്റെ മുമ്പിലെങ്ങാണോ അമ്മാര് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കാണിച്ചാൽ ഞാൻ മരം വലിച്ചു കീറിക്കളയും. കുറ്റിവട്ടം സജീവ് പറയുന്നത്, കുറ്റിവട്ടം സജീവ് വലിച്ചു കീറിയാൻ ഭിത്തിയത്തേക്കും. ചേട്ടാ മുഖത്ത് എന്തായിരിക്കണേ? വണ്ടാണോ? എവിടെ ഒരു വണ്ട്? അത് വണ്ടല്ലത്, പിന്നെന്തത്? ഇത് പാലുണ്ണി. വലിയ പാലുണ്ണിയോ? അതെ, ഈ ഞങ്ങളുടെ നാട്ടിൽ മുഴുവനും ഗുണ്ടകളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഗുണ്ടകളാണ്. അപ്പൊ എന്റെ ഭാര്യക്ക് എന്നെ തിരിച്ചറിയാൻ വേണ്ടി അവൾ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ്. ഭർത്താവിനെ അറിയാൻ ഉണ്ണി ഒട്ടിക്കണം അല്ലേ? ഉണ്ണി ഒട്ടിക്കണം. നല്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യത്തിൽ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ഞാൻ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. സ്പെഷ്യൽ പെർഫോമൻസ് അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അത് വേണം. അല്ല, ഈ സ്പെഷ്യൽ പെർഫോമൻസ് ഇന്നത്തെ ഞാൻ ചെയ്തു. സത്യത്തിൽ നിങ്ങൾ പേടിച്ചു പോയോ? അല്ല, പിന്നെ പേടിക്കത്തില്ലേ? ഞാൻ പേടിപ്പിക്കാൻ വന്നല്ല, സത്യത്തിൽ ഞാൻ ഒരു ചാൻസ് ചോദിച്ചു വന്നാണ്. അങ്ങനൊന്നും പറഞ്ഞതിന്റെ കാര്യമില്ല. ഇത്ര ഞങ്ങളെ പേടിപ്പിക്കാൻ ചെയ്ത് ഇത്ര ഞങ്ങൾ ആക്ഷേപം പറഞ്ഞ സ്ഥിതിക്ക് മോൻ ഇപ്പൊ മോനായത്. മുമ്പേക്ക് മോനൊന്നുമല്ലല്ലോ വിളിച്ചത്. അല്ലല്ല, അത് ഞാൻ ചുമ്മാതെ ഇവിടെ വേണ്ട, നിങ്ങളുടെ ഞാൻ സമ്മതിക്കില്ല. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇല്ലല്ലോ, പുരുഷന്മാരോട് ബഹുമാനം ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അന്നേരം എന്തെങ്കിലും എന്റെ ഒരു പാട്ട് കേൾക്ക. നിങ്ങൾ പാട്ട് പാടുവോ? പാട്ടാണോ? ആ പാട്ട് ഇത് എന്റെ മോൻ എഴുതിയ പാട്ടാണ്. ഞാൻ ട്യൂൺ ചെയ്തേക്കുന്നു. എന്റെ മോൻ എഴുതി, ഞാൻ ട്യൂൺ ചെയ്ത. അശ്വതി വരൂ. ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് വിളിക്കണ്ടേ? സ്പെഷ്യൽ പെർഫോം ചെയ്യുന്ന ആളെ വിളിക്കണ്ടേ? അറിയാം കേട്ടോ. ഞാനേ, എന്റെ പേര് കുറ്റിവട്ടം സജീവ്. ഓക്കെ. അപ്പൊ അവിടുന്ന് വന്നാ മതിയോ? ഞാൻ കാണുന്നതാണ്. അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായി വേദിയിലേക്ക് എത്തുന്നു. എന്ത് വട്ടമായിരുന്നു? കുറ്റിവട്ടം. ആരാണ്ട്? പ്രശസ്ത ഗുണ്ട കുറ്റിവട്ടം സജീവ്. പേര് വിളിച്ചു കഴിഞ്ഞാൽ മട്ട് മാറുവാണോ? പ്രിയമുള്ളവരെ, എൻ്റെ മകൻ എഴുതി ഞാൻ തന്ന
ട്യൂൺ ചെയ്ത ഒരു ഗാനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണം. തത്തേ തത്തേ തുഞ്ഞു തത്തേ എങ്ങനെ കിട്ടി ഈ പച്ച നിറം? പുഞ്ചപ്പാടത്ത് നെല്ലു കൊറിക്കാൻ കിട്ടിയതാണ് ഈ പച്ച നിറം. തത്തേ തത്തേ തുഞ്ഞു തത്തേ എങ്ങനെ കിട്ടി ഈ പച്ച നിറം? നെല്ലു കൊറിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഈ പച്ച നിറം. Oh, wonderful! What a marvelous, fantabulous performance! കേറ്റി പറയാനൊന്നും പറ്റില്ല. ഇത് ഇവിടെ ശരിയാവത്തില്ല, കാരണം ലെങ്ത് ഇല്ല, ഡ്യൂറേഷൻ ഇല്ല. നമുക്ക് ലെങ്ത് ആയിട്ടുള്ള സംഭവങ്ങൾ പോയിട്ട് അങ്ങനെ കുറച്ച് നീളം വേണം, നീളം ഉള്ള എന്തെങ്കിലും ആയിട്ട് വാ. ഇതിപ്പോ തുടങ്ങി തീർന്നു പോയി. ഞാനൊരു നാടോടി നൃത്തം കളിച്ചാലോ? നാടോടി നൃത്തം നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ ചെയ്യാം. പറ്റുമോ? പറ്റും. നോക്കട്ടെ. അവിടെ പോയിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ പോയിരുന്നു. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് ഇതിലും മനോഹരമായ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി വീണ്ടും എത്തുന്നു. എന്ത് സജീവന? കുറ്റിക്കാട്ടം സജീവ്. കുറ്റിവട്ടം സജീവ്. ആ, ഓക്കെ, കുറ്റിവട്ടം സജീവ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്താ പിന്നെ? അപ്പൊ കുഴപ്പമില്ല. അല്ല, ചോദിച്ചാ. ആ, ഓക്കെ. നമ്മുടെ കുറ്റിക്കാട്ടിൽ സജീവിന്റെ ഈ മനോഹരമായ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് നെൽസൺ ചേട്ടനും മാർട്ടിൻ ചേട്ടനും പറയാനുള്ളത്? പിന്നെ എത്ര സ്റ്റാർ തരുമെന്ന് ചോദിക്കും. മിക്കവാറും എല്ലാ സ്റ്റാറും നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്ന ലക്ഷണമുണ്ട്. പറയൂ. എന്താ പേരെന്ന് പറഞ്ഞേ? കുറ്റിവട്ടം സജീവ്. കുറ്റിവട്ടം സജീവ്. വിളഞ്ഞ് മുറ്റിയല്ലിടൂ താൻ. താൻ എന്തായി കാണിച്ചത്? നാടോടി നൃത്തം. തന്റെ ശരീരത്തിന് പറ്റിയ ഒരു 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 സംഭവമാണോ നിങ്ങൾ കാണിച്ചത്? വയറ് ചാടി തന്റെ കുഴപ്പം. ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് തനിക്ക്? താനൊന്ന് ആലോചിച്ച് നോക്ക്. തന്റെ മക്കൾ കണ്ട ഇത് കണ്ടാൽ തന്നെ എന്ത് വിചാരിക്കും? തനിക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തി ഇവിടെ കാണിക്കും. ഇത്ര നീചമായ ഒരു പ്രവൃത്തി. അയ്യോ, നിന്ന് മോങ്ങുന്ന കണ്ടോ? കൊച്ചു പിള്ളേരൊന്ന് മോങ്ങുന്ന പോലെ മോങ്ങുന്നു. ഇവരിവിടെ ആദ്യം വന്നപ്പോ എന്തായിരുന്നു കാര്യങ്ങള്? എന്തായിരുന്നു? കണ്ണൂർട്ടിക്കപ്പോ ഞാൻ പറഞ്ഞു കണ്ണൂട്ടാടോ, അതല്ലോ കണ്ണ് വേദനിക്കുന്നു പറഞ്ഞപ്പം എന്റെ കണ്ണ് ഞാൻ തള്ളും, ചിലപ്പോ ഞാൻ അകത്തിടും. ഇപ്പൊ ഇതെങ്ങനെ നിൽക്കും നിന്റെ കണ്ണ്? നീ ഒന്ന് നോക്ക്. എങ്ങനെ നാണോ കിടന്ന് അഴിഞ്ഞാട്ടം കാണിച്ചിട്ട് ഞങ്ങൾ എന്തോ അഭിപ്രായം പറയാനിടും. പിന്നെന്താണ്? എനിക്ക് നാളെ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ എന്താ വിഷയം എന്താണെന്നറിയോ? ഇത് കാണിക്കരുത് കേട്ടോ. അതല്ല, ഇതിപ്പം താൻ ഇനി എങ്ങനെ ജീവിക്കാനിരിക്കാണ്? എന്താണ് ഈ ഗുണ്ട? ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞ ആൾക്കാരെ വരട്ടി ജീവിച്ച മനുഷ്യനാണോ? ഇത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിന്നെ ആരെങ്കിലും പേടിക്കോടും? തന്നെ ആരെങ്കിലും വക വെക്കൂ? പിന്നെ ഈ പെണ്ണുങ്ങൾ കിടന്ന് കളിക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് കുണുങ്ങിയത് തന്നെ ഈ നാട്ടുകാർക്ക് പിന്നെ അംഗീകരിക്കൂ? അതും ഒരു ഗുണ്ട. ആരെ വരട്ടി ജീവിക്കുന്ന ഒരു ഗുണ്ട പെണ്ണുങ്ങൾ കിടന്ന് കുണുങ്ങുന്ന പോലെ കുണുങ്ങി കാണിച്ചിട്ട് ഇയാളെ ആര് വക വയ്ക്കും? ആര് പേടിക്കും? കഷ്ടം. ഇതിപ്പോ ഇത് കൈവിട്ട് പോയി. ഇത് ഞങ്ങളിപ്പോ ടെലികാസ്റ്റ് ചെയ്യും. അല്ല, ഞാനിപ്പോഴേ ഇത് കാണിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു രക്ഷയില്ല. ഇതിപ്പോ പൊയ്ക്കഴിഞ്ഞു. അപ്പൊ ഞാനിനെ ഗുണ്ടായിട്ട് എന്നെ ആരും പേടിക്കത്തില്ല. ചിരിക്കും. ഞങ്ങൾക്ക് ആ പേടിയില്ല. പോയില്ലേ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. ഈ സാധനം TV വരരുത്. അയ്യോ, അത് ഇനി പറ്റില്ല. ഇത് ടെലികാസ്റ്റ് അതിങ്ങനെ പോയി കഴിഞ്ഞു. പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ പിന്നെ എനിക്ക് പണിയായി. എന്തൊക്കെ ഗുണ്ടാപ്പണി എടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാ ഒരു വഴിയുണ്ട്. അടുത്ത ഷെഡ്യൂളില് ഞാനൊരു ടീമുമായിട്ട് ഇനി വരും. എന്തിനാ? കിറ്റ് കളിക്കാൻ. കിറ്റ് ഉണ്ടാക്കാൻ വന്നേക്കുന്നു.